ആവശ്യമായിട്ട് ഞാൻ നല്ല പച്ചക്കായ, ചേന, ചേമ്പ്, പിന്നെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. അത് വേവിച്ചതാണ് കേട്ടോ. നല്ല കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കുക്കറിൽ വെച്ചിട്ട് 2 വിസിലടിപ്പിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ആവശ്യമായിട്ട് നമുക്ക് 2 കപ്പ് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരയുണ്ട കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറുകിയിരിക്കണം നമ്മുടെ അസ്ത്രം. ഒരുപാട് വെള്ളമായി പോകരുത്. കണ്ടേ, ഇതുപോലെ ഇരിക്കണം അസ്ത്രം. നമുക്കിതിന് ആവശ്യമായിട്ടൊന്ന് കടുക് വറുത്തെടുക്കാം. ഇതിലേക്ക് കടുവെല്ലാം ഇട്ട് വറ്റൽമുളകും കറിവേപ്പിലും എല്ലാം കടുക് വറുത്തെടുക്കാം. കടുക് വറുത്ത് ഞാൻ നമ്മുടെ അസ്ത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അസ്ത്രം റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ തേങ്ങാപ്പീരിയൊക്കെ ചേർത്ത് നല്ല കഞ്ഞിയും അസ്ത്രവും ഇവിടെ റെഡി ആയിട്ടുണ്ട്.